നമസ്കാരം. ഡോക്ടർ അപർണാസ് ആയുരാരോഗ്യം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഡോക്ടർ അപർണാസ് ആയുരാരോഗ്യം എന്ന പേരിൽ എൻ്റെ ആയുർവേദ ക്ലിനിക്ക് കഴിഞ്ഞ സെപ്റ്റംബർ 4-ാം തീയതി ഉത്രാട ദിവസം വ്യാഴാഴ്ച പാലക്കാട് ജില്ലയിൽ കൊട്ടേക്കാട് കല്ലേപ്പുള്ളി കൊട്ടേക്കാട് എന്ന ഭാഗത്ത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും അത് സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. ഏതായാലും ഇനോഗ്രേഷന് മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. പക്ഷേ തിരക്കുകൾ കാരണം, ഓണത്തിൻ്റെ തിരക്കുകൾ കാരണം എല്ലാം കൂടെ വന്നപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാനുള്ള സമയം കുറവായിരുന്നുകൊണ്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതിന് ക്ഷമ ചോദിക്കുകയാണ് ആദ്യം തന്നെ. അപ്പം ഈ ഒരു വിവരം ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചതാണ്. ഇപ്പോഴാണ് ഒന്ന് സെറ്റിൽ ഡൗൺ ആയത്. അപ്പം ഫ്രീ ആയപ്പോൾ എന്തായാലും നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. അപ്പം ഞാൻ ഈ വിവരം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഉണ്ട്. ഒരുപാട് ഫ്രണ്ട്സും നമ്മുടെ റിലേറ്റീവ്സ് നമ്മളെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് അറിയുകയും കൂടി ചെയ്യാത്ത ഒരുപാട് പേര് അവരുടെ ബ്ലെസ്സിങ്സും വിഷസും ഒക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാത്തിനോടും ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. നന്നായി വരണം, മോള് നന്നായി വരണം എന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാവരോടും ഈ അവസരത്തിൽ വളരെയധികം സ്നേഹവും സന്തോഷവും നന്ദിയും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ എത്താനുള്ള കാരണം എന്താണ്, എങ്ങനെയാണ് BAMS എന്ന് പറഞ്ഞ കോഴ്സ് ആയുർവേദ മെഡിസിൻ അതിലേക്ക് ഞാൻ എത്തിയത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ പിന്നിട്ട് വന്ന വഴികൾ ചിലപ്പോൾ ഇനിയുള്ള BAMS കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പോൾ ഞാൻ വെറും വീഡിയോസിൽ ഓരോരോ കണ്ടൻസിൽ അതൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഏതായാലും വലിയ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്വന്തം സ്വാതന്ത്ര്യത്തിൽ പേഷ്യൻസിനെ അവർക്കുള്ള വരുന്ന വിഷമങ്ങൾ മാറ്റാൻ നമ്മളിലൂടെ ഈശ്വരനെ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ ഭർത്താവ് ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാ നല്ല വ്യക്തികളോടും അവരുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് ഇന്ന് ഈ കാണുന്ന സീറ്റിൽ എനിക്ക് ഇരിക്കാൻ, എൻ്റെ ഒരു സ്ഥാപനത്തിലിരിക്കാൻ എനിക്ക് സാധിച്ചത്. അപ്പം ഞാൻ എല്ലാവരോടും അതിന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരോടൊക്കെ നന്ദിയും സ്നേഹവും ഒക്കെ എപ്പോഴും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ആയുർവേദ രീതിയിലുള്ള ഒരു ചികിത്സ കൊടുക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ ഒരു കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ, അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ വരുന്ന ഒരു അസുഖം, ഒരു ഇൽനെസ് എന്ന് പറയുന്നത് കേവലം ആ ബോഡിയിൽ മാത്രം അല്ലെങ്കിൽ ആ ശരീരത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ശരീരവും വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും രോഗലക്ഷണങ്ങൾക്ക് മരുന്ന് എഴുതി മാറ്റുന്നതിന് അതിനേക്കാൾ ഉപരി അവരുടെ ജീവിത രീതിയിലുള്ള ആഹാരം വിഹാരം, അതായത് ഡയറ്റ് ആൻഡ് റെജിമെൻ എന്ന് പറയും. അതായത് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസം അയാൾ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം ചിന്തകളിലൂടെ കടന്നു പോകുന്നു, അയാളുടെ ജോലി, കുടുംബാന്തരീക്ഷം, അയാൾ കഴിക്കുന്ന ആഹാരം, ഇതെല്ലാം വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു ദിവസത്തെ അല്ല, ദീർഘനാളായിട്ട് ചെയ്തു വരുന്ന ആഹാര വിഹാരത്തിലുള്ള മിസ്മാച്ചുകളാണ് ശരിക്കും പറഞ്ഞ ഫിസിക്കൽ ബോഡിയിൽ ഒരു ഇൽനെസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിൽ എന്താണ് ഒരു ഇൽനെസ് ആയിട്ട് മാനിഫെസ്റ്റ് ആവുന്നത്. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ട് കാണാൻ സാധിക്കാത്ത, മനസ്സിലാക്കാൻ സാധിക്കാത്ത, പെർസീവ് ചെയ്യാൻ കഴിയാത്ത
ഒരുപാട് വിഷയങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വ്യാധി കൊണ്ട് വരുന്ന ഒരാളിലേക്ക് അവർക്ക് ഒരു ദീർഘനാൾ അസുഖത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള അഡ്വൈസസ് ആണ് ഞാൻ പറയുന്നത്. ഒപ്പം നമ്മുടെ മെഡിസിൻസ് ഉണ്ട്, അവരുടെ രോഗത്തിനനുസരിച്ചുള്ള മെഡിസിൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് യോഗ ആവശ്യം വരുന്നവരിൽ അതും പ്രാക്ടീസ് ചെയ്യിക്കും, അവർക്കത് പറഞ്ഞു കൊടുക്കും. മെയിനായിട്ട് ഫുഡിൻ്റെ കാര്യങ്ങൾ, ഡയറ്റ് ഒക്കെ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ, അത് എൻ്റെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ, എൻ്റെ ആഗ്രഹമാണ്. കാരണം അവർക്കൊരു ഫുൾ വെൽബീയിങ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മെയിനായിട്ട് നമ്മളൊരു വുമൺ ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുമായിട്ട് സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് എന്നെ അപ്രോച്ച് ചെയ്യാം. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ്, ക്ലിനിക്കിൻ്റെ ടൈമിങ്സ്, കൺസൾട്ടേഷൻ ടൈമിങ്സ്, അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ്, കോൺടാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ അടിയിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ കൺസൾട്ടേഷൻസ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ ചെറുതായിട്ടൊരു തെറാപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ വരുന്ന ആളുടെ രോഗലക്ഷണങ്ങൾ, ആ രോഗിയുടെ മാനസിക ശാരീരിക അവസ്ഥകളെല്ലാം പരിശോധിച്ച് അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള മെഡിസിൻസ് ചൂസ് ചെയ്തിട്ട് ചെയ്യുന്ന തെറാപ്പീസും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇവിടെ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഇരുന്നിരുന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാക്കാനുണ്ട്. പല പല കാര്യങ്ങൾ ഞാനും ഈ ഒരു മേഖലയിലേക്ക് ആദ്യമായിട്ടാണ്. ഇങ്ങനെ സ്വന്തമായ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ ഏറ്റവും ബേസ് മുതൽ ഉള്ള കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയും അതുപോലെ തന്നെ നമ്മുടെ കഴിവും ഉണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ഇതെല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തും ഒക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. ഒന്ന് ട്യൂണായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കൺസൾട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ പറഞ്ഞ കോൺടാക്റ്റ് നമ്പറിലേക്ക് നമുക്ക് ബുക്ക് ചെയ്തിട്ട് കൺസൾട്ടേഷൻസ് എടുക്കാവുന്നതാണ്. നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ജീവിതമാണല്ലോ വേണ്ടത് അല്ലേ. ആരോഗ്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാറുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കാണാറുണ്ട് ആരോഗ്യത്തെക്കുറിച്ചിട്ട് പറയുന്നതും സംസാരിക്കുന്നതും ഒക്കെ. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ചിട്ട് വളരെയധികം ബോധവാന്മാരാകുന്നത്. അപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പല റോളുകളിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. ചിലപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭാര്യയാണ്, ഒരു മകളാണ്, മരുമകളാണ്, ചേച്ചിയാണ്, ഏട്ടത്തിയമ്മയാണ്, പല പല റോൾസ്, ഡോക്ടറാണ്, പല പല റോൾസിലൂടെ കടന്നു പോകും. ചിലപ്പോൾ ഞാൻ ഈ ക്ലിനിക്കിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ പണി ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം ഞാൻ അവരുടെ കൂടെ നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ പല പല വ്യത്യസ്തമായ റോളുകളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ഇങ്ങനെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ് എന്നുള്ളത് എപ്പോഴും ഒരു ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അല്ലേ, ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ അച്ഛൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടെങ്കിലേ ബാക്കി എല്ലാം ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ തന്നെ കഴിവാണോ ചോദിച്ചാലല്ല, അത് ഈശ്വരൻ്റെ കഴിവാണ്. അപ്പോൾ നമ്മളെപ്പോഴും നന്ദി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നു അല്ലേ. ഒരു ദിവസം എണീക്കുന്നത് പോലും നമ്മുടെ കയ്യിലല്ല അല്ലേ. നമ്മുടെ മൂക്കിലൂടെ ഓടുന്ന ശ്വാസം നിലച്ചാൽ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയിൽ, ജീവനോടെയുള്ള ഈ അവസ്ഥയിൽ പരസഹായമില്ലാതെ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ നന്ദിയുള്ള, സ്നേഹമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനോട് നമ്മൾ എണീക്കുമ്പോൾ തന്നെ വളരെയധികം നന്ദിയോടെ, ഈശ്വര ഇന്ന് എനിക്ക് ഈ ജീവനോടെ ഉണ്ടല്ലോ, ഇന്ന് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള നന്ദിയോടെ ഒരു ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ്. ശരി, ഞാൻ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ.
അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സർവേശ്വരനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോസിൽ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.